ശബരിഗിരി നിലയത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായാൽ വൈദ്യുതി നിയന്ത്രണം പിൻവലിക്കുമെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ഈ മാസം 25ഓടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനാകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സെപ്റ്റംബർ 30ഓടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതി വിതരണം പൂർത്തിയാകുമെന്നും ചോദ്യോത്തരവേളയിൽ ആര്യാടൻ മുഹമ്മദ് മറുപടി പറഞ്ഞു. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ അറ്റകുറ്റപ്പണി ഈ മാസം 25ഓടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും അതോടെ വൈദ്യുതി നിയന്ത്രണം പിൻവലിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് സഭയെ അറിയിച്ചു. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വരുന്നതോടെ പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എംഎൽഎമാരായ പി ശ്രീരാമകൃഷ്ണൻ, ബി ഡി ദേവസ്യ, എം എ ബേബി, വിജയദാസ് എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായി മന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം സെപ്റ്റംബർ 30 മുമ്പ് നടപ്പാക്കുമെന്നും വൈദ്യുതി മന്ത്രി സഭയെ അറിയിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട എംഎൽഎമാരെ അറിയിക്കണ, നിങ്ങളെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 30/9/2014 മുമ്പ് അപേക്ഷ നൽകിയ ഏതെങ്കിലും BPL ഫാമിലിക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നൽകുന്ന കാര്യം ഈ ഗവൺമെന്റ് ഏൽക്കുന്നു. സൈലന്റ് വാലി പദ്ധതി അടഞ്ഞ അധ്യായമാണെന്ന് PC ജോർജിന്റെ ചോദ്യത്തിന് ഉത്തരമായി വൈദ്യുതി മന്ത്രി പറഞ്ഞു. സൈലന്റ് വാലി കാര്യം ഒന്ന് പുനഃപരിശോധിക്കാൻ പുനഃപരിശോധിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചാൽ ചിലപ്പോൾ നടക്കുമല്ലോ. ഇപ്പൊ സിമുഖാർഗ് പറയുന്ന പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രേഖാപാലനം എന്നോട് അനുഭവം ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ യോജിക്കും സാർ. അതുകൊണ്ട് വേണ്ട മന്ത്രി ആ സിംഹവാലന്റെ ഒക്കെ മാറ്റി ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാനുള്ള നടപടിയിലേക്ക് ശ്രമം നടത്തും. സൈലന്റ് വാലി ഏകദേശം ഒരടഞ്ഞ അധ്യായമാണ്. നമുക്ക് 700ഓളം മെഗാവാട്ടിന്റെ ഐഡൽ പ്രോജക്റ്റിൻ്റെത് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് ക്ലിയറൻസിന് ഡൽഹിയിൽ കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ച പോലെ ആ ക്ലിയറൻസിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് കിട്ടിയാൽ നമ്മളെ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ സാധിക്കും. സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിച്ചുവെന്ന് ധനകാര്യമന്ത്രി KM മാണി സഭയെ അറിയിച്ചു. നിലവിൽ 1,17,595 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ പൊതുകടം. ശമ്പള പരിഷ്കരണ ഉത്തരവ് വൈകുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ഇടക്കാല ആശ്വാസം നൽകാൻ കഴിയില്ലെന്നും ധനകാര്യമന്ത്രി KM മാണി രേഖാമൂലം സഭയെ അറിയിച്ചു.